ആരും പോലെ ഒരു 10 മിനിറ്റ് ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ട് പോകണം കേട്ടോ. ഞാൻ അങ്ങനെ നിർബന്ധം പിടിക്കാറില്ല ഒരു വീഡിയോയ്ക്കും. കാരണം ഇത് കാണണമെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ചിലപ്പോൾ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മാനസികമായിട്ടോ അല്ലെങ്കിൽ ശാരീരികമായിട്ടോ നമുക്ക് പല സന്ദർഭങ്ങളിലും നമുക്ക് സഹായിക്കണം എന്നുണ്ടാവും. ചിലപ്പോൾ നമുക്ക് സാമ്പത്തികമായിട്ട് ആ സമയത്ത് പറ്റണമെന്നില്ല. അപ്പോൾ നമ്മൾ സാമ്പത്തികമായിട്ട് പറ്റാത്ത സാഹചര്യത്തിൽ ചിലപ്പോൾ നമ്മൾ ശാരീരികമായിട്ട് സഹായിക്കുന്ന ഇതുണ്ട്, മാനസികമായിട്ട് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇതിനൊന്നും പറ്റാത്ത അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. പക്ഷേ ഇതിനൊക്കെ നമുക്കൊരു സമാധാനം കിട്ടുക എന്ന് പറയുന്നത് വേറൊരാൾ പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ കണ്ണ് നനയിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്തൊരു ഫീല് കിട്ടൂലേ? ചിലപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഫീല് കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മനസ്സിനൊരു സമാധാനവും സ്വസ്ഥതയും നമ്മളൊക്കെ കുടുംബമായിട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ, നമ്മളിങ്ങനെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് ഒരുപാട് ആൾക്കാരുമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആൾക്കാരല്ലേ. അപ്പം നമുക്ക് ആ ഒരു ഇവിടെ സംഭവിച്ചത് എന്താണെന്നും ഈ കാര്യത്തിൻ്റെ ഒരു അവസാനം ഫൈനൽ നമുക്ക് കാണുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സന്തോഷം ഹൃദയത്തിൽ കിട്ടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് വരാം. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം നമുക്ക് ഇന്നൊരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ. നമുക്കല്ല, നിങ്ങൾക്കൊരു ഗസ്റ്റ് ഉണ്ട്, ഞങ്ങൾക്ക് ഗസ്റ്റ് ഒന്നുമല്ല. പക്ഷെ നമ്മുടെ 10-20 വർഷത്തിന് മുകളിലായല്ലോ നമ്മുടെ ബന്ധം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പരിചയപ്പെടുത്താം. നമ്മുടെ സുകൂട്ടനാണെന്നുള്ളത്. സുകൂട്ടൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം സുകുമാരൻ എന്നത് സുഗുവിന്റെ അച്ഛന്റെ പേരാണ്. ഈ സുകുമാരന്റെ മോൻ സുഗുവിന്റെ കുട്ടൻ സുകൂട്ടൻ, അങ്ങനെയാണ് സുകൂട്ടനായത്. യഥാർത്ഥ പേരെന്ന് പറയുന്നത് സുനിൽ വി എസ് എന്നാണ് സുകൂട്ടന്റെ യഥാർത്ഥ പേര്. ഇതറിയുന്നത് അവന്റെ അച്ഛൻ, അമ്മ, വൈഫ്. അച്ഛന് വരെ ചിലപ്പോ അറിയില്ല. അച്ഛനടക്കം സുകൂട്ടനെ വിളിക്കുന്നത്. അപ്പൊ ഞാൻ സുനിലിനെ വിളിക്കുന്ന കേട്ടിട്ടുള്ള ഇവന്റെ വാർഡിലെ മെമ്പറൊക്കെ വിളിക്കുമ്പോൾ എന്തെങ്കിലും കാര്യത്തിന് ഇടപെടുന്ന സമയത്ത് സുനിൽ അത് ചെയ്തിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ ചെയ്യാട്ടോ, അത് കൊടുത്തിട്ടുണ്ട്, പരാതി കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോഴാണ് ആ പേര് കേൾക്കുന്നത്. ഞാൻ ഈ പേര് നിന്റെ പേര് സത്യം പറഞ്ഞാൽ ഞാൻ അറിഞ്ഞാൽ കഴിഞ്ഞ കൊല്ലാമത്തെ ഇതിലൊരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയില്ല. അപ്പോൾ അതിന്റെ അടിയിൽ ഒപ്പിടാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് ഞാൻ ആ പേര് അറിയുന്നത്. അപ്പൊ അത്രയും പേരിലൊന്നല്ല കഥ, എന്നാലും ഞാൻ പറഞ്ഞത് അതിന്റെ ഒരു സുകൂട്ടൻ എന്ന പേരിന്റെ ഒരു സംഭവം പറഞ്ഞത്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടോ. ഇപ്പൊ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് കാര്യത്തിലേക്ക് വരാം. അവിടെ പോയിട്ട് എനിക്ക് പിന്നെ റൂമിലൊന്നും കത്തുണ്ടായി. ഓണിൽ എല്ലാവരും കിടക്കുന്ന പോലെ അങ്ങനെ കത്തുന്നു റൂമിൽ. അന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ മക്കളെ ഓർത്തിട്ട് എനിക്ക് മാനസികമൊന്നും പറഞ്ഞു പോയതേ ഉള്ളൂ. അത് നിങ്ങളോട് പറയാൻ മറന്നുപോയി. അന്ന് എന്റെ ഒരു പഴമാണ് പോയി ഒന്ന് പഠിക്കാൻ പോയി. ഞാനാണ് പോയിട്ട് ഇപ്പൊ ഈ വീഡിയോ കണ്ടില്ലേ, ഇതിപ്പോ ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് സുഗുവിന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരമായി. എന്റെ അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 കിലോമീറ്റർ അത്ര ആ ഒരു കിലോമീറ്ററിന്റെ ഉള്ളിൽ നടന്നൊരു സംഭവമാണ്. ആ സംഭവത്തെ കുറിച്ച് പിന്നെ സുഗു തന്നെ നമ്മളോട് സംസാരിക്കും. എന്തായിരുന്നു അവിടെ സംഭവിച്ചത്? അന്ന് നമ്മളെ
മീനാക്ഷി ബായി അമ്മേനെ നോക്കാൻ ആരുമില്ല. പിന്നെ 2 മക്കളുണ്ട്. അപ്പോൾ ഒരാള് ചെറുപ്പത്തിലേ മരിച്ചു, 2 ആൺകുട്ടികൾ. ഒരാള് ചെറുപ്പത്തിലേ മരിച്ചു, പിന്നെ ഒരാള് ക്യാൻസറായിട്ട് മരിച്ചു. പിന്നെ അമ്മേനെ നോക്കുന്ന മരുമകൾ അവരൊക്കെ നോക്കുന്നു, ബന്ധുക്കളാണ് നോക്കുന്നത്. പിന്നെ ഒരു വയസ്സായി, പിന്നെ അവർക്കും കുറേ വർഷങ്ങളായി. പിന്നെ നോക്കുന്ന അവർക്കും മക്കളുണ്ട്, 3 മക്കൾ. അവരും கொஞ்சம் പണിയെടുത്തിട്ട് ജീവിക്കുന്നവരാണ്. അപ്പൊ ഇത് ഇങ്ങനെ അവര് ബുദ്ധിമുട്ടിലാണ്, അവർക്ക് ഇങ്ങനെ ഒരു ആശ്രയം ഇല്ല എന്ന് എങ്ങനെയാന്ന് അറിഞ്ഞതപ്പോ? അതവര് നേരെ ഇവിടെ പോയത്. ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്നത് സുഖുവിന്റെ നേതൃത്വത്തില് വാർഡ് മെമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവരെ പുനരധിവാസ ഈ വൃദ്ധരായ ആൾക്കാരെ താമസിപ്പിക്കുന്ന സ്ഥലത്തിലേക്ക് മാറ്റുന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ പ്ലേ ചെയ്ത് നിങ്ങൾ കണ്ടത്. അവരെ അതിലേക്ക് എത്തിച്ച ഘടകം എന്താ വെച്ചാൽ ആശ്രയില്ല. അങ്ങനല്ല, ആ അമ്മച്ചി ഇവിടെ പോയി ഹെൽത്തിൽ പോയി, അവിടെ പാണത്തിൽ പോയിരുന്നു. അപ്പൊ അവിടുത്തെ അനിത സിസ്റ്റർ ഉണ്ട്. അനിത സിസ്റ്ററോട് പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ എനിക്കാരും നോക്കാനില്ല എന്നെ ഇതൊക്കെ പറഞ്ഞ്, ഒറ്റയ്ക്കേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അനിത സിസ്റ്റർ നേരെ വേണു മെമ്പറിനെ വിളിച്ചു, പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞു. പിന്നെ വേണു മെമ്പർ ഇത് മുൻകൈ എടുത്ത്, പിന്നെ കൂടെ മറ്റേ വിൽസൺ മെമ്പർ ഉണ്ടായിരുന്നു, പിന്നെ ഞാനും ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളും പോയി അവരുടെ കൂടെ. അങ്ങനെ നേരെ ഇവിടെ ഫസ്റ്റ് കൊണ്ടത് കാസർഗോഡ് ഒരു കാസർഗോഡ് കൊണ്ടേതാ. അവിടെ എത്തുമ്പോൾ അവിടുത്തെ സിറ്റുവേഷനൊക്കെ കുറച്ച് മോശം. അപ്പൊ അമ്മച്ചി അവിടെ ആക്കി ഞങ്ങള്. അതായത് ഇവരെ പുനരധിവസിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയി നിർത്തിയ സ്ഥലം മാനസിക രോഗികളെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കേന്ദ്രമാണ്. അപ്പൊ നമ്മളവിടുന്ന് പോകുന്നു. അപ്പൊ രാത്രി തന്നെ വിൽസൺ മെമ്പർ വിളിച്ചു, സുനിൽ എനിക്ക് ഉറക്കം വരുന്നില്ല, ഇത് കണ്ടിട്ട് ഭയങ്കര വിഷമം, അങ്ങനെയൊക്കെ കാര്യം. അങ്ങനെ ഞങ്ങൾ അവിടെ നിങ്ങളൊരു സംരക്ഷിക്കാൻ വേണ്ടി വിട്ടൊരു സ്ഥലവും ഇങ്ങനെ ഒരു സ്ഥലം ഈ പുനരധിവാസ കേന്ദ്രത്തിലാക്കിയ അത് മാനസിക വെല്ലുവിളികൾ നേരിടുന്ന ഒരു സ്ഥലം. ഈ അമ്മയ്ക്ക്, ഈ മീനാക്ഷി അമ്മ, അവർക്ക് ഈ ഒരു ഇതില്ല അല്ലെ? അവിടെ നല്ല കെയറിങ്, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അവിടുത്തെ ആളുകളാണ് അവിടുത്തെ. പക്ഷെ ഇതിലേക്ക് ഈ വീഡിയോയിലേക്ക് എന്നെ എത്തിച്ച ഘടകം എന്താ അറിയോ? ഇവൻ അവിടെ അങ്ങനെ അവരെ കൊണ്ട് ഏൽപ്പിച്ചിട്ടാകുമ്പോ മെമ്പർ അല്ലടാ വിളിച്ചേ, അവിടെ ഇവിടുന്ന് തുടക്കം മുതൽ അവിടെ എത്തിക്കുന്നവരെ സുഖ കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ നിന്ന് തിരിച്ചു വന്ന് അന്ന് രാത്രി ഇവരെ വിളിച്ചു. അപ്പൊ എന്നോടും വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സ്ഥലത്താണ്, എനിക്കും മാനസികമായിട്ടൊരു ഭയങ്കര പ്രശ്നമാണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നേരം വെളുക്കട്ടെ, എന്തെങ്കിലും പറ്റുമോ നമുക്ക് നോക്കാം. അപ്പൊ എല്ലാ മെമ്പർമാരും ശ്രമിച്ചു വിളിച്ചു, അങ്ങോട്ട് എവിടെയും വേക്കൻസി ഇല്ല, എല്ലായിടത്തും ഫുള്ളാ. അന്നാണ് കാസർഗോഡ് ജില്ലയിൽ എത്രത്തോളം ഈ പുനരധിവാസ കേന്ദ്രങ്ങൾ ഉണ്ട് എന്ന് ഞാനും മനസ്സിലാക്കിയത്. രാവിലെ ഗ്രൂപ്പുകളിലും അന്വേഷിച്ച് പല സ്ഥലത്തും പോയി, പല സ്ഥലത്തും വിളിച്ചു. അപ്പൊ ഒന്നും അവിടെ ഒന്നും സ്പേസസ് ഇല്ല. ആ ഒരു സമയത്ത് ഇവൻ നേരിട്ടൊരു മാനസിക സംഘർഷമുണ്ട്. അത് ഭയങ്കരമായിട്ട് എനിക്ക് അവന്റെ ആ മനസ്സിന്റെ അവനത് നല്ലൊരു സുരക്ഷിത സ്ഥലത്തേക്ക് ആ മീനാക്ഷി അമ്മയെ എത്തിക്കണം എന്നൊരു അവൻ പറഞ്ഞ് നമ്മളും ഇതിലേക്ക് ഇന്നാവുകയാണ്. നമുക്ക് അടുത്തൊരാൾ, നമുക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ, അല്ലെങ്കിൽ അവർക്ക് സംഭവിക്കുന്ന ഒരു ഇതുപോലെ എന്നെ അതിലേക്ക് എത്തിച്ചു, ആ മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചത് സുനിലിന്റെ രാത്രിയിലും ആ പകലുള്ള കോളാണ്. അന്ന് ഉച്ചവരെ നമ്മൾ ട്രൈ ചെയ്ത് അല്ലെ, നമുക്ക് കിട്ടിയില്ല. അങ്ങനെ ഹുസൈനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. പിന്നെ നമ്മൾ ഹുസൈൻ എന്നാ തന്നെ പറഞ്ഞത്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് നമുക്ക് വിളിക്കാം. അത് കാസർഗോഡ് ഉപ്പള, അത് ഷെയ്ദ് സയാദ് ഇപ്പൊ അമ്മച്ചി ഭയങ്കര ഹാപ്പിയാണ്. ആ വീഡിയോ നോക്കിയേ, ആ വീഡിയോ ഉണ്ടോ? അതുണ്ടോ? അതും ഒന്ന് കണ്ടോളൂ. എത്ര വയസ്സായി? എത്രയായി നിങ്ങൾക്ക്? വേലിക്കാലത്താകുമ്പോ നോക്കാം. മഴ കാലത്ത് ആര് ചെടിയല്ലേ ഇപ്പൊ അവിടുന്ന് ഞങ്ങള് ഞങ്ങളുടെ കാസർഗോഡ് ജില്ലയില് പനത്തിരി പഞ്ചായത്തില് ചാമണ്ടിക്കുന്ന സ്ഥലത്തു നിന്നാണ് ഈ മീനാക്ഷി ബായി അമ്മ കാസർഗോഡേക്ക് ആദ്യം എത്തിക്കുന്നത്. കാസർഗോഡേക്ക് എത്തിക്കുന്നതിന്റെ പോകുമ്പോ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ള കരച്ചിലും ഒരു ആരും ഇല്ലാതെ പോയല്ലോ എന്നുള്ളൊരു ഇതാണ് ആ കാണുന്നത്. അന്ന് വേറൊരു കാര്യം കൂടെ, അന്ന് സുനില് അവന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ അത് പോസ്റ്റ് ചെയ്തിരുന്നു. 4 മില്യന്റെ അടുത്തെത്തി അല്ലെ? 4 മില്യന്റെ അടുത്തെത്തി. അനുശ്രീ അടക്കം ഒരുപാട് പേര് അമ്മേനെ ഇങ്ങ് തന്നേക്ക് ഞങ്ങൾ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മെമ്പർ വിളിച്ചെന്നാ പറഞ്ഞോളൂ. അതെ അല്ലെ? അപ്പൊ അതിനൊരു ലീഗൽ പ്രശ്നം വരില്ലേ? തീർച്ചയായിട്ടും. പക്ഷെ അത് സുമനസ്സുകളുടെ
ഒരു നമ്മള് അത് ഒന്നും അല്ലാണ്ടായിപ്പോ കമന്റുകൾ കാണുമ്പോ ഓ. ഭയങ്കരമായിട്ട് നല്ല നല്ല മനുഷ്യന്മാർ ഒരുപാട് പേര് ഈ ഭൂമിയിൽ ഇപ്പോൾ ഉണ്ട്. വെറും ഇൻസ്റ്റാഗ്രാം വഴി നമ്മൾ വെറുതെ വീഡിയോസ് അല്ലാതെ നല്ല നല്ല കാര്യങ്ങൾക്ക് ഇത്രയും സപ്പോർട്ട് ഉണ്ട്. 4 മില്യന്റെ അടുത്തുള്ള വ്യൂവേഴ്സ് കൊണ്ടും അതിലുള്ള കമന്റ് കൊണ്ടും മനസ്സിലാക്കാൻ പറ്റി. അതിനുശേഷം കാസർഗോഡ് നിന്ന് ഇവിടുന്ന് ആദ്യം എവിടെയായിരുന്നോടാ? അതൊരു കാസർഗോഡ്. ഇതും കാസർഗോഡ് തന്നെയല്ലേ ഇപ്പോൾ? ഇപ്പൊ ഇവിടുന്ന് മാറ്റി വേറൊരു സ്ഥലത്ത് പുനരധിവസിപ്പിച്ചിട്ടാവുമ്പോ ആ അമ്മയ്ക്ക് അതുപോലെ ഹാപ്പിയാണ് അമ്മ ഇപ്പൊ നിലവില്. ഇതില് എന്താ എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അങ്ങനെ ഒരു ഇത് ചെയ്തപ്പോ ഒരു മനസ്സിന് എൻ്റെ മോനെ മനസ്സ് അമ്മച്ചിയുടെ കരച്ചിലാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും. ഇങ്ങനെ ആ മുറിവ് ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. അല്ല ആ കരച്ചിലിന്റെ അതെ 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 ആ വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരുമ്പോൾ കരച്ചിലെന്റെ അത് അമ്മച്ചി പറയുന്നു. എൻ്റെ അവസ്ഥ ഇങ്ങനെ ആർക്കും വരരുത് അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ പറഞ്ഞു എൻ്റെ കുടുംബത്തിൽ ഇങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കും വന്നിട്ടില്ല ഇങ്ങനെല്ലാം പറഞ്ഞ് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ അവിടുന്ന് പോകാനേ മനസ്സില്ല അമ്മച്ചിക്ക്. ആ വീടല്ലടാ എല്ലാവർക്കും പ്രധാനം. കുട്ടികളുണ്ട്, അവരൊക്കെ നോക്കി ഇങ്ങനെ കൊച്ചുമക്കളായിട്ട് പണ്ട്. അതെ 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 അതൊക്കെ അല്ലേ ഇപ്പൊ പ്രായമുള്ളവരുടെ കൂട്ടുകുടുംബമായിട്ട് അങ്ങനെ ഇവിടെ നിങ്ങൾ കാണുന്നില്ല. തീർച്ചയായിട്ടും. എന്തായാലും ഇത്തരത്തിലുള്ള ആളുകൾ നമ്മൾക്കിടയിൽ മാനസികമായിട്ട് സംഘർഷം അനുഭവിക്കുന്നവരുണ്ട്. ഇങ്ങനെ പല വെല്ലുവിളികളും ആരും ഇല്ലാത്തവരൊക്കെ ഉണ്ട്. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു കാര്യം മുന്നിട്ടിറങ്ങി ചെയ്യുക, അത് നല്ല ഒരു ആദ്യത്തിലെ ഒന്ന് കൊണ്ടേൽപ്പിച്ച സ്ഥലത്ത് അല്പം ബുദ്ധിമുട്ടുകൾ വെച്ചാൽ അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ആ ഒരു ആവാസ ഉള്ളവരാണ്. അതിന്ന് 2 ദിവസം അനുഭവിച്ചു. 1-2 ദിവസം അവിടെ നിർത്തിയുള്ളൂ. 1-2 ദിവസം കൊണ്ട് അവിടെ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് എത്തിക്കാൻ പറ്റി. എന്തായാലും നമ്മുടെ ഇത്രയും എൻ്റെ 10-20-25 വർഷത്തോളമായിട്ടുള്ള ഞങ്ങളുടെ ഈ പരിചയത്തിൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷം നൽകിയ ഒരു കാര്യമാണ്. അന്ന് കാരണം ഇവൻ അത് എത്രത്തോളം എഫേർട്ട് എടുത്തിരുന്നു എന്ന് എനിക്ക് അറിയാൻ പറ്റി. അവൻ എന്നെ ആ വീഡിയോ എടുത്ത് നമ്മൾ തൊടുപുഴയിൽ നിന്ന് വരുന്ന സമയത്ത് വരുന്ന സമയത്താടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞാടാ 10,000 പേര് അത് കണ്ടുവിട്ടോടാ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ട വീഡിയോ ഭയങ്കര ഒരു ഇതായി. പിന്നെ ഒന്ന് കരച്ചിലടാ സഹിക്കാൻ പറ്റാത്ത. അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്ന് നോക്കി, അവന് ഷെയർ ചെയ്തിട്ടുണ്ട് എന്താ സംഭവം നോക്കുമെന്ന് പറയുമ്പോൾ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ടു. അപ്പോൾ ഞാൻ വണ്ടി നിർത്തിയിട്ട് രണ്ടാമത് നോക്കി. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഞാനിവിടെ ഇല്ലായിരുന്നു സ്ഥലത്ത്. അന്നുണ്ടെങ്കിൽ തീർച്ചയായും ഞാനും വന്നേനെ. ഞാനിവിടെ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ഇത്രയൊരു മാനസികമായിട്ട് ഇത്രയും മനസ്സിന് ടച്ച് ചെയ്യുന്ന ഒരു സംഭവമായിരുന്നു ഇതെന്ന് മനസ്സിലായി. പിന്നീട് സുനിൽ വിളിക്കുന്ന ഓരോ കോൾ, എടാ 25,000 വ്യൂ ആയി, 1,00,000 വ്യൂ ആയി, 2 ലക്ഷം കഴിഞ്ഞടാ എന്ന് പറയുമ്പോൾ അവന്റെ ഒരു ചെയ്തതിന്റെ കമന്റുകൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അവരെ ആരും കൈവിടില്ലടാ, ആരെങ്കിലൊക്കെ ആര് സഹായിച്ചോളും, എവിടെയെങ്കിലും എത്തിക്കോളും എന്നൊക്കെ പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഈ ഒരു സംഭവം വരുന്നത്. എന്തായാലും ഇതിന്റെ പിന്നിൽ എടുത്ത എഫേർട്ടും ആ ഒരു അതിനോട് ഒത്തു നിൽക്കുന്ന ആ ഒരു എന്താ പറയുക, അതൊക്കെയാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പം എൻ്റെ ഒരു അടുത്ത സുഹൃത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത സമയത്ത് നമുക്കത് 4 ആളെ അറിയിക്കുക, 4 ആള് കാണുന്ന ഒരു രീതിയിലേക്ക് എത്തിക്കുക എന്നത് എൻ്റെ ഒരു കർത്തവ്യം തന്നെയാണിത്. പിന്നെ ഇതിലേക്ക് എത്താനുള്ള കാരണം എന്താ ഇങ്ങനെ സംഭവം ചെയ്യാൻ അത് നമ്മളെ വിൽസന്റെ മെമ്പർ നമ്മളെ വിളിച്ചു. അതിനു മുമ്പ് ഞാൻ ഇതേപോലത്തെ ഒന്നും അവിടെ കൊണ്ടുവരുന്നു. അതിനു മുമ്പ് ഒന്നല്ലല്ലോ, ഒന്നാ പാലിയേറ്റീവ് കെയറിന്റെ ഒരാള് സുഖമില്ലാതെ കിടന്നിട്ട് അവരെ കൊണ്ട് പോയിട്ട് അവരൊന്ന് വൃത്തിയാക്കി കുളിപ്പിച്ച് അതെന്തായാലും നമ്മളെ അനിത സിസ്റ്ററെ സമ്മതിക്കണം കേട്ടോ. ആ സിസ്റ്റർ ഉണ്ട്, അവരില്ലേ മനസ്സുണ്ടല്ലോ. അല്ല അയാളില്ലേ, ആ ശങ്കലേട്ടൻ 4 കൊല്ലം ഒരേ കിടപ്പില്ല, കുളിക്കത്തില്ല, അങ്ങനത്തെ ഫുള്ള്. ആ ശങ്കലേട്ടനെ ആ സിസ്റ്ററില്ലേ കുളിപ്പിച്ചു. അവരെ സമ്മതിക്കണം. അപ്പം അവരൊക്കെ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത്. അനിത സിസ്റ്റർ ഒരുപാട് സന്തോഷം ഇത് കേട്ടപ്പോൾ. നിങ്ങളെയൊക്കെയാണ് യഥാർത്ഥത്തിൽ ദൈവത്തെ മാലാഖമാരെന്ന് വിളിക്കേണ്ടത്. നിങ്ങളെയൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. പിന്നെ അത് നമ്മളെ വിജി മെമ്പറും നമ്മളെ വാർഡ് മെമ്പറും പിന്നെ ജോമൻ ചേട്ടൻ, അവർക്ക് സോനൊക്കെ ഒരുപാട് അടുത്ത ആൾക്കാരൊക്കെ കൂടി അവരെ കൊണ്ടുപോയത് അങ്ങോട്ട്. അതെ അല്ലേ. പിന്നെ അതിന് പുറമെ ഒരു ഇന്നത്തെ കാലത്ത് ശൗചാലയം ഇല്ലാത്ത, ടോയ്ലറ്റ് ഇല്ലാത്ത ഒരു വീടിനെ കുറിച്ച് സങ്കല്പിക്കാൻ പറ്റും. അങ്ങനെ ഇവനിത് അറിയുകയും അതിന് ഇവന് ആൾക്കാരെല്ലാം കണ്ട് പരാതിയെല്ലാം കൊടുത്ത് എങ്ങനെ അവന് അവസാന നിമിഷം എന്താ അറിഞ്ഞിട്ട് അവൻ എന്നെ വിളിച്ചു പറഞ്ഞാൽ ഇങ്ങനെ ടോയ്ലറ്റ് ഇല്ലാതെ ഇന്നത്തെ കാലത്ത് എങ്ങനെയാ മനുഷ്യന്മാർ ജീവിക്കുക. എന്നിട്ട് ഒരു 5 ദിവസം കൊണ്ട് അത് തീരുമാനമായി അല്ലെ, 4-5 ദിവസം കൊണ്ട് വന്നു ടോയ്ലറ്റ് ഒക്കെ അവര് സെറ്റ് ചെയ്ത്. സതീശൻ അതല്ലേ, അത് ക്യാൻസർ പേഷ്യന്റ് ആയിരുന്നു. അത് ഇവരെന്നെ ബിജി മെമ്പറെ കീഴിലാണ് അവര് ചെയ്തു കൊടുത്തു. അതുപോലെ ഒരുപാട് ഒരു മനസ്സിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സമയം കണ്ടെത്തുകയും അതിന് ഇറങ്ങിത്തിരിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ തന്നെ ചെയ്തതാണ് ഈ 3-4 എണ്ണം. ഇവന്റെ കാര്യം, ഇവന് മുന്നിൽ എന്ത് കണ്ടാലും അപ്പ പ്രതികരിക്കും. അത് 100% ന്യായമുള്ള കേസായിരിക്കും. ഇവന്റെ വീടിന്റെ വലിയ കുന്നുകയറി പോണം കേട്ടോ,
അതായത് ഞാൻ ഇവനെ എടാ കൊല്ലിയിലേക്ക് വരണമെന്ന് ചോദിക്കും. കൊല്ലി എന്നാ പറയാ. കൊല്ലി എന്ന് പറഞ്ഞാൽ അങ്ങെത്തി. കൊല്ലിക്ക് കയറണം ഞാൻ. നീ ടൗണിലേക്ക് വരുമോ കൊല്ലിക്ക് കയറണമെന്ന് ചോദിക്കും. അവിടെ നിന്നാണ് ഇവൻ ഡ്യൂട്ടിക്ക് വേണ്ടി. ഞാനും ഒരേ ഫീൽഡിൽ പണിയെടുക്കുന്നതാണ്. പിന്നെ ഞങ്ങൾ ഒരേ സമയത്ത് ക്ലീനറായിട്ട് വന്ന് കണ്ടക്ടർമാരായി അങ്ങനെ ഒരുമിച്ച് ഒരുപാട് കാലം പണിയെടുത്ത് അങ്ങനെ നടന്നതാണ്. കൊല്ലിക്ക് വരണോടാന്ന് ചോദിക്കും. അത്രയും ദൂരത്താണ് വീട്. പിന്നെ വീടിന്റെ തൊട്ട് ബേക്കിലാണ് കഴിഞ്ഞ 4 കാട്ടാന. വീട്ടിൽ 4 കാട്ടാന. അതും പ്രൈവറ്റ് സ്ഥലം. ഒരു 12 ഏക്കറാമത്തെ പ്രൈവറ്റ് സ്ഥലം. അത് കാട് കത്താതെ കളിക്കാതെ കിടന്നിട്ട് കാട്ടാന വന്നിട്ടുണ്ട്. അത് ഏകദേശം ഒരു 35 വർഷമായി കാട് കൊത്ത. അത് അടുത്തുള്ള പ്രദേശവാസികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ. ആന, പന്നി എല്ലാം. ഇതിപ്പോ ഇന്ന് എത്രയോ ദിവസം മുമ്പ് എടുക്കേണ്ട വീഡിയോ ആയിരുന്നു. ഞങ്ങള് അവിടെ ഇവിടെ കുറച്ച് സമയക്കുറവ് കൊണ്ടാണ് സംഭവിച്ചത്. അപ്പൊ എൻ്റെ അടുത്ത സുഹൃത്ത് ഇത്തരത്തില് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ എന്താ പറയുക, അത്രയും നല്ല മനസ്സോടെ സ്വീകരിക്കുക എന്നത് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടി, സമാധാനം കിട്ടിയില്ലേ? ഒരാളുടെ ഒരു തകർച്ചയിൽ നിന്ന്, ആ കരച്ചിലിൽ നിന്ന് ഒരു ആശ്വാസം എന്ന രീതിയിൽ ഇപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടാണ് അമ്മ ഇരിക്കുന്നത്. പിന്നീട് എൻക്വയറി നടത്തുമ്പോൾ ഹാപ്പിയാണ് അമ്മ. ഇനി ഇടയ്ക്ക് അടുത്ത ഓണത്തിനോ അങ്ങനെ ഞങ്ങളൊന്ന് പോയി വീട്ടിലേക്കൊന്ന് കൊണ്ടുവന്ന് വീട്ടുകാരെയൊക്കെ ഒന്ന് കാണിക്കേണ്ട ഒരു പ്ലാനിങ്ങിലാണ് ഞങ്ങളുള്ളത്. എല്ലാവരുടെ അടുത്തുനിന്ന് വന്ന് കണ്ട് പോയി അങ്ങനെ ഒരു ഹാപ്പി ആക്കണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. എന്തായാലും പിന്നെ ഒരുപാട് ഞാനും സുഖമില്ല പരിചയപ്പെടുന്ന കാലം തൊട്ട് ഞങ്ങൾക്ക് ഒന്നും ഇല്ലായിരുന്നു. ഒരു ചായ മേടിച്ച പകുതി കുടിക്കേണ്ട അവസ്ഥയിലായിരുന്നു ഞങ്ങൾ പരിചയപ്പെടുന്നത്. അപ്പോൾ സൗഹൃദങ്ങളിലെ ആഴെന്ന് പറയുന്നത് ആര് എന്ത് എപ്പോ എങ്ങനെ എന്നതല്ല. ആരും നാളെ ഉപകാരം കിട്ടും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഉപകാരത്തിന് മാത്രം കുറച്ച് സൗഹൃദങ്ങൾ കൊണ്ടു നടന്നിട്ട് ആവശ്യം കഴിഞ്ഞിട്ട് കരിവേപ്പിലയാക്കുന്ന ഒരുപാട് സൗഹൃദങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള സൗഹൃദങ്ങളൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ റിജക്റ്റ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെയുള്ള ഈ സൗഹൃദങ്ങളൊക്കെ ഇപ്പം നിലനിൽക്കുന്ന എല്ലാ സൗഹൃദങ്ങളും ദൃഢതയുള്ളതാണ്, നല്ല മനസ്സുള്ള ആൾക്കാരാണ്. അവരൊക്കെ കൂടെ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്കും പല ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെയ്യാൻ പറ്റുന്നത്. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഇതില്ലേ ഈ ബഡ്ജറ്റിൽ സംഭവം ട്രസ്റ്റിന് കൊടുക്കാൻ അതൊരു ബഡ്ജറ്റ് അല്ലേ, സർക്കാർ രീതിയിൽ അങ്ങനെ കൊടുക്കാൻ പറ്റും. അത് വെക്കണം എന്ന് പറയണം. അല്ല ഉണ്ടാകത്തില്ല, വെക്കണം എന്ന് എൻ്റെ ഒരു അഭിപ്രായം ബഡ്ജറ്റില്. അതെ അല്ലേ? അതായത് ഇവർക്കൊരു സംരക്ഷണം എന്ന രീതിയിൽ പല സ്ഥലത്തും ബുദ്ധിമുട്ടുകളാണ്. കാരണം ഇത് നിത്യ ചെലവിനുള്ളത് പോലും ചില സ്ഥലത്ത് ഇല്ല. പക്ഷെ നമ്മളൊക്കെ ഒരുപാട് പൈസകൾ കളയുന്നുണ്ട്. ഞാൻ പറയുന്നത് എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ചാൽ നമ്മൾ ഈ കളയുന്ന എന്തെങ്കിലും അത് ട്രസ്റ്റിന് കൊടുക്കണം എന്ന് എൻ്റെ അഭിപ്രായം. അച്ഛന്മാരുള്ള സ്ഥലത്ത് നമ്മൾ അവിടെ പോയാലേ നമ്മൾ കണ്ണു നിറയും. അയ്യോ സഹിക്കാൻ പറ്റും. ഞാൻ പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ നമ്മൾ അവിടെ ഒരിക്കൽ പോയാൽ പിന്നെ നമുക്ക് അവിടെ പോകാൻ തോന്നും ഉറപ്പായിട്ടും. അത് പോകാന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സഹിക്കൂല അവസ്ഥയാണ്. പക്ഷെ അതിലും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്. കാരണം മക്കളാരും നോക്കാനില്ലാത്തവരെ സംബന്ധിച്ച് ഈ ബുദ്ധിമുട്ട് മക്കളാരും ഇല്ല. ഞാനും അതെ ഒരു 60-70 ദിവസം ഞാനും അവിടെ എഴുതി കൊടുക്കും അങ്ങോട്ട്. അത് സത്യമാണ്. എനിക്ക് എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയുന്നത് നമുക്ക് അവിടെ പോയി നിൽക്കാല്ലേ. ആർക്കും ബുദ്ധിമുട്ടില്ല. നമുക്ക് പോയി അല്ല, നോക്കുന്നവർക്കെല്ലാം ബുദ്ധിമുട്ട് ഉണ്ട് എന്നല്ല കേട്ടോ. അങ്ങനെ പ്രായമില്ലവർ വിചാരിക്കണം എന്റെ മക്കള് ഞങ്ങളുടെ മക്കൾ ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾ അങ്ങനെയല്ല. നമ്മൾ ആർക്കൊരു ഞങ്ങളും ഏകദേശം അങ്ങനെ തന്നെ അങ്ങനെ ഒരു അത്ര ആയുസ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും പോയി പ്ലാവിലെ പഴുത്തില് വീഴുമ്പോ പച്ചയില ചിരിക്കും. നമ്മുടെ അവസ്ഥ ഇതാണ്. അതൊക്കെ മുൻകൂട്ടി ജീവിക്കണം. അതിൽ ഒരു ദിവസം നമുക്കും വരും അവസ്ഥ. തീർച്ചയായും നമ്മൾ ചിന്തിക്കണം. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് കണ്ടല്ലോ, ഇങ്ങനെ ഒരു അമ്മ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നമ്മുടെ പ്രിയ സുഹൃത്ത് സുഗു അത് കാണുകയും അത് പലരെയും അറിയിക്കുകയും അവരെ സുരക്ഷിതമായിട്ടൊരു സ്ഥലത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. അവർ ഹാപ്പിയാണ്, സന്തോഷത്തോടെയാണ്. ഇപ്പൊ അമ്മ മീനാക്ഷി അമ്മ അവസാനം ഉള്ളത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ അത്യാവശ്യം കാണുന്ന ഇർഫാന ഇക്ബാൽ അവരുടെ ഈയിടെ ഒരു ആള് മരിച്ച സമയത്ത് അല്ലെ, അങ്ങനെ ഒരു ഇത് വൈറലായിരുന്നു. കർമ്മമൊക്കെ ചെയ്ത് അവിടെ ഉണ്ടായതല്ലേ, അവിടെ താമസിച്ച ഒരാള് ആ രീതിക്ക് തന്നെ ആചാരപ്രകാരം തന്നെ ചെയ്തു. പിന്നെ നല്ലത് ചെയ്യാനും സമ്മതിക്കുന്നില്ല മനുഷ്യന്മാര്. അല്ല, അതിന് കുറെ വിമർശനങ്ങളും വന്നിരുന്നു. പക്ഷെ അതങ്ങനെ ഉണ്ടാവില്ല. ചെയ്യാൻ പറ്റാത്തവർ കുറച്ചുകൊണ്ടിരിക്കും. അതിന് നമ്മൾ കാര്യം എന്തെങ്കിലും പറഞ്ഞു ആരായിക്കോട്ടെ അല്ലെ, ജാതിയോ ഒന്നും നോക്കണ്ട, അവർക്ക് പറ്റുന്ന അവർ ചെയ്യുന്നുണ്ട്. അതിനെ അങ്ങനെ കുറ്റപ്പെടുത്തിട്ട് തന്നെ കാര്യം. ഇപ്പൊ നമ്മൾ രണ്ടിരിക്കുന്ന തന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല. അതന്നെ പലർക്കും ഇഷ്ടപ്പെടില്ല. അങ്ങനത്തെ ഒരു കെട്ടകാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നെവർ മൈൻഡ്. അങ്ങനത്തെ ഒന്നും കാര്യം മൈൻഡിലെ കയറ്റാൻ പാടില്ല. പോയി പണി ഉണ്ടാക്കുക. ഇന്നലെ വൈകുന്നേരം നമ്മുടെ കൂടെ വേറൊരുത്തരും കൂടെ ജോൺസൺ. അപ്പൊ 3 എണ്ണായി. നമുക്ക് എന്ത് ജാതി എന്ത് മതം നമുക്ക് നമ്മളെ മനസ്സിലാക്കാം. പഞ്ചായത്ത് പ്രസിഡന്റ് ഒക്കെ നല്ല ഇതാ എടുത്ത് എല്ലാരും വിളിച്ച് ചോദിച്ചു. പഞ്ചായത്തിലെ വീട് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട് തൊട്ടപ്പുറത്താണ് കേട്ടോ.
എൻക്വയറി ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ വേണുമെമ്പർ നല്ലോണം മുൻകൈ എടുത്ത് നല്ല എഫേർട്ട് എടുത്ത് അവിടെയൊക്കെ പോയി വെച്ച് വേണുമെമ്പർ ഭയങ്കര ഹാപ്പിയാണ് വേണുമെമ്പറും. അതെ അല്ലേ? പിന്നെ വിൽസനായിട്ടുള്ള ചെയ്യട്ടെ മെമ്പർമാരും ഈ ഇങ്ങനെ വേണം ജനപ്രതിനിധി മെമ്പർമാര്. മെമ്പർ എന്നാണ് BJP-ന്റെ മെമ്പർ അല്ലേ? അതെ, മറ്റേ വിൻസെന്റ് സാർ കോൺഗ്രസിന്റെ, പഞ്ചായത്ത് പ്രസിഡന്റ് CPM-ന്റെ. എല്ലാം ഞാൻ അങ്ങനെ വേണമെന്നേ, ഇങ്ങനെ വേണം. നാട്ടിൽ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. രാഷ്ട്രീയം എന്ന് പറയുന്നത് നാടിന്റെ നന്മയ്ക്കും നാട്ടുകാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് രാഷ്ട്രീയം വേണ്ടത്, അല്ലാതെ രാഷ്ട്രീയ കണ്ണുകൊണ്ട് കാണരുത്. ഇവിടുത്തെ നാട്ടുകാരൊക്കെ അങ്ങനെ പലരും അങ്ങനെയല്ല, എല്ലാവരും അല്ല പലരും. അപ്പൊ ഇത്തരത്തിലൊരു നല്ല കാര്യം ചെയ്ത സുനിലിന് ഞങ്ങളുടെ ആഷ്ന അജ്മൽ എന്ന ചാനലിന്റെ പേരിലും വ്യക്തിപരമായിട്ട് പേരിലും എല്ലാവിധ നന്ദിയും പിന്നെ എന്താ പറയാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അപ്പൊ ഇനിയും ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ സുനിലിന്റെ മനസ്സിനും കരങ്ങൾക്കും ജീവിതത്തിനും കരുത്തുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ല നമസ്കാരം.